നമസ്കാരം, എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. +2 ഫിസിക്സിന്റെ ഓണപരീക്ഷയാണ് നാളെ. 25 ഇമ്പോർട്ടൻറ്റ് ഷുവർ ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഉറപ്പിക്കുക അതിൽ നിന്നായിരിക്കും ക്വസ്റ്റ്യൻസ് മൊത്തം നാളെ ചോദിക്കുന്നത്. അതിൻ്റെ ആൻസേഴ്സ് മൊത്തം മാഷ് ചെയ്തിട്ടുള്ള വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ഇത് ഫ്രീ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, അതിനകത്ത് സിമ്പിളായിട്ടുള്ള നോട്ട്സും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇനി ശ്രദ്ധിക്കേണ്ടത് ഇത് നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നല്ല മാർക്ക്, ഓണപരീക്ഷയ്ക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ നോക്കുക. അതുപോലെ കെമിസ്ട്രിയുടെയും എല്ലാം നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്തുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് 3rd ചാപ്റ്ററിന്റെ 4th ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്. നമ്മൾ ഇന്ന് തന്നെ 1st ചാപ്റ്ററും 2nd ചാപ്റ്ററും തന്നിട്ടുണ്ട്. 3rd ചാപ്റ്ററും 4th ചാപ്റ്ററിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ഷോർട്ട് വീഡിയോ ആണ്. സമയമൊന്നും നിങ്ങൾക്ക് പോകത്തില്ല. വളരെ ഈസി ആയിട്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് ബാക്കിയുള്ള വീഡിയോസ് എല്ലാം കണ്ട് പഠിച്ചിട്ട് ഈസി ആയിട്ട് പഠിക്കാം, നല്ല മാർക്ക് സ്കോർ ചെയ്യാം. ചാപ്റ്റർ 3 കറണ്ട് ഇലക്ട്രിസിറ്റിയാണ്. കറണ്ട് ഇലക്ട്രിസിറ്റിയിൽ വളരെ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ് ഡ്രിഫ്റ്റ് വെലോസിറ്റി. നന്നായിട്ട് പഠിച്ചോണ്ട് ഡ്രിഫ്റ്റ് വെലോസിറ്റി തമ്മിലുള്ള എല്ലാത്തിൻ്റെ റിലേഷൻസ് നന്നായിട്ട് എഴുതി പഠിക്കണം. ഉദാഹരണം, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും റിലാക്സേഷൻ ടൈമും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ടും, ഡ്രിഫ്റ്റ് വെലോസിറ്റിയും കറണ്ട് ഡെൻസിറ്റിയും ഇങ്ങനെയുള്ള തമ്മിലുള്ള റിലേഷൻസ് അല്ലെങ്കിൽ ഡെറിവേഷൻസ് നോക്കിക്കണം. സിമ്പിൾ ഡെറിവേഷൻസ് ആണ്. ഓംസുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ടോപ്പിക്കുകളും പഠിച്ചോണം. എന്താണ് ഓംസ് ലോ, അതിൻ്റെ ഗ്രാഫ്, റെസിസ്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, കണ്ടക്ടിവിറ്റി, കണ്ടക്ടൻസ്, ഇതിൻ്റെ എല്ലാം യൂണിറ്റുകൾ എല്ലാം പഠിച്ചുകൊണ്ട് പോകണം. ഏതൊക്കെ ഫാക്ടേഴ്സാണ് റെസിസ്റ്റൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതെന്നുള്ളത് പഠിച്ചുകൊണ്ട് പോകണം. റെസിസ്റ്റിവിറ്റിയുടെ യൂണിറ്റ് ഓർത്തോണം. പിന്നെ വളരെ ആരും ശ്രദ്ധിക്കാത്ത ഒരു ടോപ്പിക്കാണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എന്താണ്, അതിൻ്റെ ഡെറിവേഷൻസ് പഠിച്ചുകൊണ്ട് പോകണം. ഈ ചാപ്റ്ററിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കുടെ വീൻസ്റ്റൺസ് ബ്രിഡ്ജാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയ ടോപ്പിക്കാണ്. P/Q = R/S എന്ന് പറഞ്ഞ വീൻസ്റ്റൺ ബ്രിഡ്ജ്. അത് പഠിക്കണമെങ്കിൽ 2 ലോ പഠിച്ചിരിക്കണം. ഒന്ന് കിർച്ചോഫിൻ്റെ 2 ലോസ്, അത് നിങ്ങൾ പഠിച്ചോണം. കിർച്ചോഫിൻ്റെ ഫസ്റ്റ് ലോയും കിർച്ചോഫിൻ്റെ സെക്കൻഡ് ലോയും. ഫസ്റ്റ് ലോ എന്ന് പറയുന്നത് ജംഗ്ഷൻ റൂളും, സെക്കൻഡ് ലോ എന്ന് പറയുന്നത് മെഷ് റൂൾ അല്ലെങ്കിൽ ലൂപ്പ് റൂൾ. അന്നേരം ഇത്രയും കാര്യങ്ങൾ, ഓമിക് കണ്ടക്ടേഴ്സ്, നോൺ ഓമിക് കണ്ടക്ടേഴ്സ് ഒക്കെ ഓംസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വേണം ഏത് ചാപ്റ്റർ പഠിക്കാൻ. 3rd ചാപ്റ്ററിൽ ഇത്രയും നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. ഇനി 4th ചാപ്റ്ററിന്റെ പേര് മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറന്റ്. അതിനകത്ത് ആദ്യമേ നിങ്ങൾ മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ്, ബേസിക് ഫോഴ്സ് ഇൻ മാഗ്നറ്റിക് ഫീൽഡാണ്. F = BQ sin θ. പിന്നെ ബയോട്ട്-സാവാർട്ട് ലോ, വെരി ഇമ്പോർട്ടൻറ്റ്. പരീക്ഷയ്ക്ക് നാളെ 90% എടുത്ത് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആയിരിക്കും. ബയോട്ട്-സാവാർട്ട് ലോയുടെ ആപ്ലിക്കേഷൻ, അതായത് മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു എ സർക്കുലർ ലൂപ്പ് ക്യാരിയിങ് കറന്റ്. വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. പിന്നെ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അടുത്തത് ആംബിയർ സർക്യൂട്ടൽ തിയറം. ആംബിയർ സർക്യൂട്ടൽ തിയറം തിയറമായിട്ട് പഠിക്കണം. 2 ആപ്ലിക്കേഷൻ ഉണ്ട്. മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ലോങ് സ്ട്രേറ്റ് കണ്ടക്ടറും ലോങ് സോളിനോയിഡും. അത് ഡിറൈവ് ചെയ്ത് പഠിക്കണം. വലിയ ലെങ്തി അല്ല, പഠിച്ചോണം. പിന്നെ കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു അമ്മീറ്റർ ഡിറൈവ് ചെയ്ത് പടം വരച്ച് പഠിക്കണം. കൺവേർഷൻ ഓഫ് ഗാൽവനോമീറ്റർ ഇൻറ്റു വോൾട്ട്മീറ്റർ. 2ൻ്റെയും പ്രോബ്ലംസ് നമ്മുടെ നോട്ടിനകത്ത് കിടപ്പുണ്ട്. സിമ്പിളാണ്. സെയിം പ്രോബ്ലംസ് ചോദിക്കും പരീക്ഷയ്ക്ക്, പബ്ലിക്കിനായാലും. അന്നേരം ഈ 2 ടോപ്പിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഷോർട്ട് ക്വസ്റ്റ്യനിൽ എന്താണ് ലോറൻസ് ഫോഴ്സ്? മാഗ്നറ്റിക് ലോറൻസ് ഫോഴ്സ് അല്ല, സം ഓഫ് ഇലക്ട്രിക് ഫോഴ്സ് ആൻഡ് മാഗ്നറ്റിക് ഫോഴ്സ് ആണ് ലോറൻസ് ഫോഴ്സ്. പിന്നെ ഫോഴ്സ് ബിറ്റ്വീൻ 2 പാരലൽ കണ്ടക്ടേഴ്സ് ക്യാരിയിങ് കറന്റ്. അതിൻ്റെ കൂട്ടത്തിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഡിഫൈൻ ആംബിയർ. അന്നേരം ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് 4th ചാപ്റ്ററിൽ നോക്കണം. ഈ 2 ചാപ്റ്ററുടെ മിനിമം 30 മാർക്ക് ഉറപ്പാണ്. 30 മാർക്ക് മിനിമം 30 മാർക്ക് കിട്ടിയിരിക്കും 60-ൽ. അന്നേരം നന്നായിട്ട് പഠിച്ചിട്ട് പോവുക. നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. നിങ്ങൾ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും പ്രയോജനം ചെയ്യുന്ന ചാനലാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഷെയർ ചെയ്യേണ്ടവരൊക്കെ ഷെയർ ചെയ്ത് പഠിച്ചേക്കുക. ഉറപ്പായിട്ടും ഡെഫിനറ്റ്ലി ഇതെല്ലാം പരീക്ഷയ്ക്കുണ്ട്. ഓക്കെ, നെവർ എവർ ഗിവ് അപ്പ്.